ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലാട്ടോ. ആയിരിക്കുന്നത് മൈസൂർ രാജാവിൻ്റെ രാജകുമാരനല്ല, അത് എൻ്റെ രാജകുമാരനാണ്. ആ സ്ലോ മോഷനിൽ നടന്നു വരുന്നത് എൻ്റെ ബഡ രാജകുമാരനാണ്. ഗൈസ്, നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്പോട്ടാണ് ഈ മൈസൂർ പാലസ്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, നമുക്ക് വേറെ എവിടെയും പോയാൽ ഇത്ര ഒരു ഭംഗി കിട്ടുകയില്ല. മാത്രമല്ല പുതിയ നിർമ്മിതികൾക്കൊന്നും ഇത്ര ഒരു ഭംഗി ഉണ്ടാവുകയില്ല. ഈ ഒരു കളറോ ഈ ഒരു തൂണുകൾക്കുള്ള ഒരു അലങ്കാരമോ ചിത്രപ്പണികളോ നമുക്ക് വേറെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. 1897 കൃഷ്ണരാജവാദിയാരാണ് ഈ പാലസ് നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. പിന്നീട് 1912 ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത്. ദിനേന സ്വദേശികളും വിദേശികളുമായിട്ട് നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് അലൗഡല്ല. നമ്മളൊരു കൗണ്ടറിൽ നിന്നൊരു ടോക്കൺ വാങ്ങിയിട്ട് ചെരുപ്പ് പ്രത്യേകം സൂക്ഷിക്കാനുള്ള കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ പോയ അന്ന് നല്ല തിരക്കായിരുന്നു. ഇനി എന്നും ഇങ്ങനെയാണോന്ന് അറിയില്ല. എന്തായാലും നിരവധി സഞ്ചാരികളാണ് ഇവിടെയുള്ള ഈ ഒരു ചരിത്ര സ്മാരകം കാണാൻ വേണ്ടിയിട്ട് ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അത്ഭുതപ്പെടുത്തിയത് പകുതിയിലധികവും വിദേശികളാണ് ഉള്ളതാണ്. വിദേശികൾ വളരെ കൗതുകത്തോടെയാണ് ഈ നിർമ്മിതികൾ കാണുന്നത്. മൈസൂർ പാലസിന് അംബാവിലാസ് കൊട്ടാരം എന്നും പേരുണ്ട്. മൈസൂർ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു പ്രദേശമാണ് മൈസൂർ. ഈ മൈസൂരിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് മൈസൂർ. നമുക്കറിയാം ടിപ്പു സുൽത്താൻ പാലസ്, അതുപോലെ നിരവധി കൊട്ടാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മൈസൂർ. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മൈസൂർ പാലസ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ കാണുന്ന ഈ കൊട്ടാരം 1897 ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 30-40 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കൊട്ടാരത്തിനകത്ത് മുമ്പ് ചിത്രീകരണം അനുവദിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ആരും ചോദിക്കുന്നോ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു.